ആദ്യമായി തിരുവനന്തപുരത്ത് റെയിൽവേയുടെ മാലിന്യം നീക്കുന്ന ജോലിക്കിടയിൽ അപകടത്തിനിരയായി മരിച്ച ശ്രീ ജോയിയുടെ നിര്യാണത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ രണ്ട് ദിവസത്തിലേറെയായി നാട് മുഴുവൻ വളരെ ഉത്കണ്ഠയോടുകൂടി ജോയിയെ തിരിച്ചു കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ മൃതശരീരമാണ് ലഭിച്ചത്. ജോയിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നടന്നിട്ടുള്ള രക്ഷാപ്രവർത്തനം മഹത്തായതാണ്. സമാനതകളില്ലാത്ത മഹത്തായ രക്ഷാപ്രവർത്തനമാണ് നടന്നത്. അത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒന്നാണ്. ആ രക്ഷാപ്രവർത്തനത്തിൽ അണിനിരന്ന എല്ലാവരെയും സർക്കാരിന് വേണ്ടി അഭിനന്ദിക്കുകയാണ്, അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഫയർഫോഴ്സ്, അതിൽ തന്നെ പ്രത്യേകമായി പരാമർശിക്കേണ്ടതാണ് സ്കൂബ ഡൈവേഴ്സിന്റെ സേവനം. ജീവൻ പണയപ്പെടുത്തിയാണ് അവർ ഈ പ്രവർത്തനത്തിന് എത്തിച്ചേർന്നത്. പോലീസ് രക്ഷാപ്രവർത്തനത്തിലുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി, രാത്രിയോടുകൂടി നേവിയും എത്തിച്ചേരുകയുണ്ടായി. നഗരസഭയിലെ ജീവനക്കാർ ഉടനീളം ഈ രക്ഷാപ്രവർത്തനത്തിലുണ്ടായിരുന്നു. അതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് രാപ്പകൽ ഭേദമില്ലാതെ ബഹുമാന്യയായ മേയറും ജില്ലാ കളക്ടറും ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് രംഗത്തുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയും ഇക്കാര്യങ്ങളിൽ നിരന്തരമായി ഇടപെട്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. അവരോടെല്ലാമുള്ള നന്ദി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ജീവൻ പണയപ്പെടുത്തിയും നേരിട്ട് രക്ഷാപ്രവർത്തനം നടത്തിയ എല്ലാവരെയും സർക്കാർ അഭിനന്ദിക്കുന്നു. അവർക്ക് ഉചിതമായിട്ടുള്ള ആദരവ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് ഒരു തരത്തിലും സംഭവിക്കാൻ പാടില്ലാത്തതും ആവർത്തിക്കാൻ പാടില്ലാത്തതുമായ ഒരു ദുരന്തമാണ് നടന്നത്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, റെയിൽവേയുടെ അധീനതയിലുള്ള പ്രദേശത്താണ്. കോർപ്പറേഷനോ സർക്കാരിനോ നേരിട്ട് ഇടപെടാൻ അധികാരമില്ലാത്ത റെയിൽവേ ഭൂമിയിലാണ് ഈ അപകടം നടന്നത്. എവിടെ നടന്നതായാലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്, വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. ഇനി ഇത് ആവർത്തിക്കാനും പാടില്ലാത്തതാണ്. ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള നടപടികൾ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാവേണ്ട ഒരു സമയമാണിത്. ഇതില് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നതിന് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല. ഞാനതുകൊണ്ടാണ് ഇതുവരെ അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത്. ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും നിങ്ങളെല്ലാം ചോദിച്ചപ്പോൾ ഞാനവിടെ അനുശോചനം രേഖപ്പെടുത്തുക മാത്രമേ ചെയ്തുള്ളൂ. ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞ ഒരു വർഷമായി തീവ്രമായ ശ്രമം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശ്രമത്തിന്റെ നല്ല നേട്ടവും ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായിട്ട് പരിഹരിച്ചിട്ടില്ല എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ നല്ല നേട്ടവും ഉണ്ടായിട്ടുണ്ട്. അതിനിടയിലാണ് ഇത്തരമൊരു ദുരന്തം റെയിൽവേയുടെ അധീനതയിലുള്ള ഒരു പ്രദേശത്ത് നടക്കുന്നത്. ഗവൺമെന്റിന്റെ ശ്രദ്ധ മുഴുവൻ ഇതെവിടെ നടന്നതാണെങ്കിലും അപകടം പറ്റിയയാളെ കണ്ടെടുക്കുക എന്ന കാര്യത്തിലായിരുന്നു. ജീവൻ രക്ഷിക്കാനും അദ്ദേഹത്തെ
കണ്ടെത്താനുമുള്ള ശ്രമത്തിലായിരുന്നു ഗവൺമെന്റ് പൂർണ്ണമായിട്ടും ഏർപ്പെട്ടത്. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, തുടക്കം മുതൽ തന്നെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമത്തിനാണ് മറ്റു പലരും വ്യഗ്രത പൂണ്ടത്. അതിലായിരുന്നു താൽപര്യം കൂടുതൽ. അതും ഒഴിവാക്കേണ്ടതാണ്. അത് ആവർത്തിക്കാൻ പാടില്ലാത്തതുമാണ്. ഈ ദുരന്തം ഉണ്ടാകാൻ പാടില്ലാത്തതും ആവർത്തിക്കാൻ പാടില്ലാത്തതുമാണ് എന്ന് പറയുന്നത് പോലെ ഇതുപോലൊരു ദുരന്തത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഇത്രമാത്രം വ്യഗ്രത കാണിക്കുന്നതും ഉണ്ടാകാൻ പാടില്ലാത്തതും ആവർത്തിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരണമെന്നൊന്നും സർക്കാരിന് യാതൊരു ഉദ്ദേശവുമില്ല. പക്ഷേ ഇല്ലാത്ത ഉത്തരവാദിത്വം കൂടി സർക്കാരിന്റെ തലയിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടി വരും. അതിന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പഴിചാരാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. വസ്തുത മാധ്യമങ്ങളും ജനങ്ങളും അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ട് എന്തെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത്. അല്പം കൂടി അദ്ദേഹത്തിന് കാത്തിരിക്കാമായിരുന്നു. നാട് മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ജോയിയെ തിരിച്ചു കിട്ടില്ലെന്നുള്ള കാര്യത്തിലായിരുന്നല്ലോ. അത് കഴിയുന്നതുവരെ എന്നിട്ട് സർക്കാരിനെതിരെ പറഞ്ഞോട്ടെ, ഞങ്ങൾക്കപ്പം മറുപടിയും പറയാം. കാത്തിരിക്കാനുള്ള ഒരു വിവേകമെങ്കിലും പ്രതിപക്ഷ നേതാവിൽ നിന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു. നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. അദ്ദേഹം പറഞ്ഞതൊന്നും അറിയാത്തതുകൊണ്ടല്ല, ഞാനൊന്നും പറയാതിരുന്നതാണ്. അപ്പോൾ അത് പറയേണ്ട സമയമല്ല എന്നുകൊണ്ട് ഈ നിമിഷം വരെ അത് പറയാതിരുന്നതും അതുകൊണ്ടാണ്. ഒരു ദുരന്തമുണ്ടാവുമ്പോൾ അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന രാഷ്ട്രീയ ലാഭത്തെക്കുറിച്ച് സന്തോഷം പൂണ്ട് ചാടി വീഴുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമാണോ എന്ന കാര്യം അങ്ങനെ ചാടി വീണ് എല്ലാവരും ആലോചിക്കേണ്ടതാണ്. ഇപ്പൊ മത്സരിച്ച് ഈ കുറ്റപ്പെടുത്തലുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. ആദ്യം തന്നെ തുടങ്ങി. അദ്ദേഹത്തിന് ഒട്ടും ക്ഷമയുണ്ടായില്ല. മറ്റു പലരും ഇന്നാണ് രംഗത്ത് വന്നിട്ടുള്ളത്. അതിൽ മുൻ കേന്ദ്രമന്ത്രിമാരുണ്ട്, KPCC പ്രസിഡന്റുണ്ട്, അവരെല്ലാം ഉണ്ട്. അവരൊക്കെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് വസ്തുതകൾ എന്തായാലും ജനങ്ങളൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ പഴിചാരാൻ വേണ്ടി പറയുന്നതേ അല്ല. ഇതില് മാലിന്യ സംസ്കരണം എന്ന കാര്യത്തിൽ ആരുടെയെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം ഉത്തരവാദിത്തമാണുള്ളത് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല, സർക്കാരും കാണുന്നില്ല. വ്യക്തി, സമൂഹം, തദ്ദേശ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, മറ്റെല്ലാ സംവിധാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, മാധ്യമങ്ങൾ, ഇങ്ങനെ എല്ലാവർക്കും ഉത്തരവാദിത്തമുള്ളതും എല്ലാവരും ഒരുമിച്ച് മറ്റ് ഭിന്നതകൾക്കതീതമായി പ്രവർത്തിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണിത്. ഞാനിത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നിങ്ങളോട് തന്നെ ഇത് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട്. ഇതൊരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമല്ല. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. എല്ലാവർക്കും, ഓരോ വ്യക്തിക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. പാമയഴഞ്ചാൻ തോടിൽ ഒരു ദുരന്തമുണ്ടായാൽ എവിടെ, റെയിൽവേയുടെ ഭൂമിയിലാവട്ടെ അപ്പുറത്താവട്ടെ, എവിടെ ഉണ്ടായാലും അതിൽ ഓരോ വ്യക്തിക്കും കുറ്റബോധത്തിന് ഉണ്ടാവേണ്ട കാര്യമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓരോരുത്തർക്കും. മാലിന്യം ശൂന്യാകാശത്തു നിന്ന് വന്നതൊന്നുമല്ല. അപ്പൊ ആ നിലയിൽ നമ്മൾ ഇതിനെ കാണേണ്ടതാണ്. ഇവിടെ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ പറഞ്ഞ എല്ലാവർക്കും
മാലിന്യം എന്ന പ്രശ്നത്തെ പരിഹരിക്കുന്നതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ജോയിയുടെ മരണത്തിന് ഇടയാക്കിയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് വന്ന ഒരു പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ പഴിചാരിയല്ല. റെയിൽവേയുടെ ഭൂമിയിൽ കോർപ്പറേഷനോ സർക്കാരിനോ നേരിട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു തവണ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം റെയിൽവേ നിലപാട് കർക്കശമാക്കി. റെയിൽവേ ആക്ടാണ് പിന്നീട് ചെയ്യുന്നത് തടയാൻ റെയിൽവേ ഉപയോഗിച്ചത്. റെയിൽവേ ആക്ടിൽ പറയുന്ന വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. റെയിൽവേ ഭൂമിയിൽ മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിന്റെ സീവേജിന്റെ പരിപാലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റൊരു ഏജൻസിക്കും ചെയ്യാനാവില്ല. മറ്റൊരു നിയമത്തിലും എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് റെയിൽവേക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് റെയിൽവേ ആക്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ ആക്ട് ഉപയോഗിച്ചാണ് റെയിൽവേ കോർപ്പറേഷനെ അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളെയൊക്കെ തടഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരത്ത് മാത്രം പ്രശ്നമല്ല, മറ്റെവിടെയും ഇത് ചെയ്യാൻ പറ്റില്ല. ആ ഘട്ടത്തിൽ എന്താണ് സർക്കാരിനും തദ്ദേശ സ്ഥാപനത്തിനും ചെയ്യാൻ പറ്റുക? റെയിൽവേയുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ഇടപെടലാണ്. ഉത്തരവാദിത്വം റെയിൽവേയുടേതാണെന്ന് റെയിൽവേയും സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോ റെയിൽവേ തന്നെ 2011 ഇറക്കിയ സർക്കുലർ, റെയിൽവേ മന്ത്രാലയത്തിന്റെ സർക്കുലർ എന്റെ കൈവശമുണ്ട്. ആ സർക്കുലറിൽ 2011 തന്നെ റെയിൽവേ പറഞ്ഞിട്ടുണ്ട് മാലിന്യ സംസ്കരണം റെയിൽവേയുടെ ഉത്തരവാദിത്വമാണ് എന്ന് വിശദമായി. ആ സർക്കുലറിൽ പോയിന്റ് 6, പോയിന്റ് 7 ഒക്കെ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നതാണ്. അപ്പൊ റെയിൽവേ തന്നെ അംഗീകരിക്കുന്ന കാര്യം ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് റെയിൽവേ അംഗീകരിക്കുകയാണ്. അത് ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് കേട്ടു, അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ യോഗം വിളിക്കുകയല്ലേ ചെയ്യേണ്ടത്? യോഗം വിളിച്ച് പരിഹരിക്കണ്ടേ? വസ്തുതകൾ അദ്ദേഹം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനുള്ള വ്യഗ്രതയിൽ വസ്തുതകൾക്കൊരു വിലയും അദ്ദേഹം കൽപ്പിക്കാത്തതുകൊണ്ടാണ്. യോഗം എത്ര വിളിച്ചിട്ടുണ്ടെന്നറിയാമോ? എന്തെല്ലാം നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നറിയാമോ? ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് റെയിൽവേയുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് 2024 ജനുവരി 31 അഡീഷണൽ ചീഫ് സെക്രട്ടറി കേരളത്തിലെ 2 റെയിൽവേ ഡിവിഷണൽ മാനേജർമാർക്ക് കത്ത് നൽകി. എന്ന് ജനുവരി 31 തിരുവനന്തപുരം ഡിവിഷൻ കത്തിന് മറുപടി തന്നെ നൽകിയില്ല. പാലക്കാട് ഡിവിഷനിൽ നിന്ന് 5/3/2024 2 മാസം കഴിഞ്ഞ് മറുപടി കിട്ടി. അല്ല, 1 മാസം കഴിഞ്ഞപ്പോൾ മറുപടി കിട്ടി. അതിനുശേഷം ഏപ്രിൽ 1/4/2024 അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ IASന്റെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ 2 റെയിൽവേ ഡിവിഷണൽ മാനേജർമാരെ ആയിട്ട് സംയുക്തമായ യോഗം ചേർന്നു. യോഗത്തിന് അവരെ വിളിച്ചു. പക്ഷെ ഉണ്ടായ അനുഭവം എന്താ? 2 DRMമാരും ആ യോഗത്തിൽ പങ്കെടുത്തില്ല. പകരം 2 ജൂനിയർ ഓഫീസർമാരെ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചതിൽ പങ്കെടുത്തത് ബേസ് മാനേജ്മെന്റിന്റെ ഏകോപനത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി, ഏറ്റവും മുതിർന്ന IAS ഉദ്യോഗസ്ഥ, തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടർ IAS ഉദ്യോഗസ്ഥൻ, സീനിയർ IAS ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 2 DRMമാരും പങ്കെടുക്കാൻ തയ്യാറായില്ല എന്ന് ഖേദപൂർവ്വം ഞാൻ പറയട്ടെ. വസ്തുത പറയുമ്പോൾ അത് പറയണമല്ലോ, അതുകൊണ്ടാണ്. മാത്രമല്ല, ആ മീറ്റിംഗിന്റെ മിനിറ്റ്സ് എന്റെ കൈവശമുണ്ട്. ആ മീറ്റിംഗിന്റെ മിനിറ്റ്സിൽ 20 ആക്ഷണബിൾ പോയിന്റ്സ് നിശ്ചയിച്ചു കൊടുത്തു. റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട നടപടികൾ 20 കാര്യങ്ങൾ. ആകെ 22 കാര്യങ്ങൾ തീരുമാനിച്ചു. 20 റെയിൽവേ ചെയ്യേണ്ട നടപടികൾ എന്ത് എന്ന് കൃത്യമായി നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മിനിറ്റ്സിൽ തന്നെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു. അതിതാണ്: ദ ആബ്സൻസ് ഓഫ് സീനിയർ മാനേജ്മെന്റ് ഓഫ് ദ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ അറ്റ് ദിസ് മീറ്റിംഗ് ഈസ് പെർട്ടിക്കുലർലി കൺസേണിംഗ് given the seriousness of the waste management issue.
as this meeting directly follows the High Court's intervention and underscores the continued interest of the Honorable Court, a follow-up meeting will be convened with the senior management of the Tirunelveli Division. എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി തന്നെ റെയിൽവേ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. അക്കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് എന്നിട്ടും സർക്കാരിന്റെ വിളിച്ചു ചേർത്ത ഈ മീറ്റിംഗിൽ റെയിൽവേയുടെ സീനിയർ മാനേജ്മെന്റിനെ പ്രതിനിധീകരിച്ച് ആരും പങ്കെടുക്കാൻ തയ്യാറായില്ല. ഹൈക്കോടതി എന്താണ് റെയിൽവേ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്? ഈ ജൂലൈ 6 തീയതിയാണ് പറഞ്ഞത് റെയിൽവേ ഒരു ബൾക്ക് വേസ്റ്റ് ജനറേറ്ററാണ് എന്ന്. വൻകിട മാലിന്യ ഉൽപാദകരുടെ കൂട്ടത്തിലാണ് റെയിൽവേ, ബൾക്ക് വേസ്റ്റ് ജനറേറ്ററാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഹൈക്കോടതി വലിയ വിമർശനവും റെയിൽവേക്കെതിരെ നടത്തുകയുണ്ടായി. കോടതി പറഞ്ഞു, മോസ്റ്റ് ഓഫ് ദ പ്ലാസ്റ്റിക് വേസ്റ്റ് ദാറ്റ് ഈസ് ഫൌണ്ട് ത്രൂ ഔട്ട് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെയിൽവേ ട്രാക്സ് appears to be from the trains requiring the railways to be regarded as a bulk waste generator. Under the solid waste management handling rules, the railways have a responsibility to prevent such waste from being deposited on railway sidings and other properties. അതിന്റെ പ്രസക്തമായ ഭാഗം ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. ഇത് കേരള ഹൈക്കോടതി ജൂലൈ 6 തീയതി പറഞ്ഞതാണ്. അപ്പോ റെയിൽവേയുടെ തന്നെ 2011 സർക്കുലറുണ്ട്. റെയിൽവേ ഭൂമിയിലെ മാലിന്യം റെയിൽവേ സംസ്കരിക്കേണ്ടതാണ്, അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് റെയിൽവേയുടെ സർക്കുലറുണ്ട്. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2006 അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് റെയിൽവേയുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച്. ഇതാ വേസ്റ്റ് ജനറേറ്റർ മീൻസ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസിന്റെ 56 വേസ്റ്റ് ജനറേറ്റർ മീൻസ് and includes every person or group of persons, every residential premises and non-residential establishments, including Indian Railways, defence establishments which generate solid waste. ഇത് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂളാണ്. അപ്പോൾ റെയിൽവേ ഒരു വേസ്റ്റ് ജനറേറ്ററാണ്. ഇത് നിയമത്തിൽ പറയുന്നു, ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, റെയിൽവേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നോക്കിക്കോളാം, അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന്. പക്ഷേ അതുണ്ടായില്ല. അപ്പൊ സർക്കാർ ആദ്യം കത്ത് കൊടുത്തു. പിന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു. സീനിയർ ഉദ്യോഗസ്ഥരാരും പങ്കെടുത്തില്ല. കോർപ്പറേഷൻ സ്വീകരിച്ച നടപടികൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. 7/5 തിരുവനന്തപുരം ഡിവിഷന് ആദ്യത്തെ നോട്ടീസ് കൊടുത്തു. നടപടി ഉണ്ടായില്ല, പ്രതികരണം ഉണ്ടായില്ല. 17/5/2024 വീണ്ടും നോട്ടീസ് കൊടുത്തു, പ്രതികരണം ഉണ്ടായില്ല. ആ ഘട്ടത്തിൽ മേയറോടും സെക്രട്ടറിയോടും കാണണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അവരെന്റെ ഓഫീസിൽ വന്ന് കണ്ടു, ഈ കാര്യം ചർച്ച ചെയ്തു. ഞാൻ കൂടി നിർദ്ദേശിച്ചിട്ടാണ് പിന്നീട് പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്ത് റെയിൽവേക്ക് കൊടുക്കുന്നത്. 19/6 കത്ത് പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ കോപ്പി ഇവിടെ ഉണ്ട്. വസ്തുത എല്ലാവരും മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. ഞാനാണ് നിർദ്ദേശിച്ചത്, നിങ്ങൾ സാധാരണ നോട്ടീസ് കൊടുത്താൽ പോരാ, പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുമെന്നും ഫൈൻ ചുമത്തുമെന്നും പറഞ്ഞുള്ള നോട്ടീസ്, അതിന് സമയം നിശ്ചയിച്ചു കൊടുക്കുക. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഈ നടപടികളിലേക്ക് കടക്കും. ആ നോട്ടീസ് 19/6 കിട്ടിയപ്പോഴാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ആദ്യമായിട്ടൊരു നടപടിയുണ്ടായത്. അങ്ങനെയാണ് റെയിൽവേ ഒരു കരാറുകാരനെ ഏൽപ്പിച്ചതും ആ കരാറുകാരൻ 3 തൊഴിലാളികളെ. അത് വേറൊരു പ്രശ്നമാണ്. ഈ കരാറുകാരൻ ഇതിന് എക്സ്പീരിയൻസ് ഉള്ള ആളാണോ, വൈദഗ്ധ്യമുള്ള ആളാണോ, ഇങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അത് വേറെ പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ആ തൊഴിലാളികൾക്ക് റെയിൽവേ ഏൽപ്പിച്ച കരാറുകാരൻ നിയോഗിച്ച തൊഴിലാളികൾക്ക് സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ടായിരുന്നോ, അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്, അന്വേഷിക്കപ്പെടേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാണ് വസ്തുത. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് യോഗം വിളിക്കണ്ടേ എന്ന്. സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിലാണ് വ്യഗ്രത ഇവർക്കെല്ലാവർക്കും. 2 മുൻ കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ ഇപ്പോഴുണ്ടല്ലോ. അവരും റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള
ഈ സമീപനത്തെക്കുറിച്ചൊരു അക്ഷരം മിണ്ടുന്നില്ല. ഒരു കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന കണ്ടു, അന്വേഷിച്ച് നടപടിയെടുക്കണം. ശരിയാണ്, നടപടി എടുക്കേണ്ടത് ഈ പറഞ്ഞ ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ആർക്കെതിരാണെന്ന് ഇപ്പം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ആർക്കെതിരായിട്ടാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇതൊന്നും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഏകപക്ഷീയമായി കിട്ടുന്നതെന്തും സർക്കാരിനെതിരായിട്ടൊരു ആയുധമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ വസ്തുതകൾ പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നതുകൊണ്ടാണ്. ഇവിടെ ബ്രഹ്മപുരം കേസിൽ, ബ്രഹ്മപുരത്തെ തുടർന്ന് ഹൈക്കോടതി കേസെടുത്തല്ലോ. ദക്ഷിണ റെയിൽവേയെ കേരള ഹൈക്കോടതി സ്വമേധയാ കക്ഷി ചേർക്കുകയാണ് ചെയ്തത്. സ്വമേധയാ കക്ഷി ചേർക്കുകയാണ് ചെയ്തത്. 18/3/2024 സ്വമേധയാ കക്ഷി ചേർത്തത്. മാത്രമല്ല 28/6 ഹൈക്കോടതി രൂക്ഷ വിമർശനം റെയിൽവേക്കെതിരെ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, നിങ്ങൾക്കൊക്കെ ഹൈക്കോടതിയിൽ പ്രതിനിധികളുണ്ടല്ലോ. രൂക്ഷ വിമർശനം നടത്തി 28/6. മാത്രമല്ല മാലിന്യ നീക്കത്തിനായി റെയിൽവേ സ്വീകരിച്ച നടപടികളുടെ അടിയന്തര റിപ്പോർട്ട് ഹാജരാക്കാൻ ഹൈക്കോടതി റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ 28/6 ആവശ്യപ്പെട്ടത്. 26/7 വീണ്ടും കേസ് പരിഗണിക്കുകയാണ്. ഏതാനും ദിവസം കഴിഞ്ഞാൽ കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. അപ്പോ ഇതിന് പുറമെ ഇത് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ റെയിൽവേ സ്റ്റേഷനിലെ കാര്യത്തിലാണ് കോർപ്പറേഷൻ നോട്ടീസ് കൊടുത്തത്, 3 നോട്ടീസ് കൊടുത്തത്. ഇനി കൊച്ചുവേളിയുടെ നോട്ടീസ്, കൊച്ചുവേളിയിലും സമാനമായ സ്ഥിതിയാണ്. 23/5 കോർപ്പറേഷൻ കൊടുത്ത നോട്ടീസ് ആയിരിക്കുന്നു കൈവശം. അതിന്റെ വീഡിയോ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതാ കോർപ്പറേഷൻ സെക്രട്ടറിയാണ് നേരിട്ട് പോയിട്ട്, ഇത് റെയിൽവേ യാർഡിലെ മാലിന്യമാണ്, ഇത് റെയിൽവേ യാർഡിലെ മാലിന്യമാണ്. ആ സംസാരിക്കുന്നത് കോർപ്പറേഷന്റെ സെക്രട്ടറിയാണ്. ഇന്നത്തെ വീഡിയോ മേയറുടെ കൈവശമുണ്ട്. ആ സ്ഥലത്ത് ഒന്നും ചെയ്തിട്ടില്ല. സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും റെയിൽവേയെ ന്യായീകരിക്കുകയും ചെയ്യുന്ന മുൻ കേന്ദ്രമന്ത്രിമാരൊക്കെ സമാധാനം പറയണ്ടേ? അപ്പൊ എങ്ങനെയാണ് മാലിന്യം വന്നതെന്നുള്ളത് വ്യക്തമായില്ലേ? ഇപ്പോ ഇത് കൊച്ചുവേളിയിലേതാണ്. അവിടെ അതേ സ്ഥിതി ഇപ്പോഴും തുടരുകയാണ്. ഒരു നടപടിയും റെയിൽവേ സ്വീകരിച്ചിട്ടില്ല. ഇന്നത്തെ വീഡിയോ മേയറുടെ കൈവശമുണ്ട്. ഇത് റെയിൽവേ നടപടി സ്വീകരിക്കാത്തതുകൊണ്ട് സെക്രട്ടറി നേരിട്ട് പോയിട്ട് ആവശ്യപ്പെടുകയാണ്. ഇതിന് ശേഷമല്ലല്ലോ, ഇതിനു മുമ്പുണ്ടായതാണിത്. ഈ സംഭവത്തിന് ശേഷമല്ല. ഡേറ്റ് എന്താ ഓർമ്മയുണ്ടോ? സെക്രട്ടറി പോയ ഡേറ്റ് എന്താന്ന്? നോട്ടീസ് കൊടുത്തതിന് ശേഷമാണ്. 23/5 നോട്ടീസ് കൊടുത്തത്, അതിനുശേഷമാണ്. ഈ നോട്ടീസും അതാണ്. പ്രോസിക്യൂഷൻ അടക്കമുള്ള നടപടികൾ റെയിൽവേയുടെ പേരിൽ സ്വീകരിക്കും, നിയമാനുസൃതമുള്ള പിഴ ചുമത്തുമെന്നുള്ള വിവരം ഇതിനെ അറിയിക്കുന്നു എന്നുള്ളതാണ്. ആ നോട്ടീസ് കൊടുത്തിട്ടും നേരിട്ട് പോയി നടപടി ഉണ്ടായില്ല. അപ്പൊ നേരിട്ട് പോയി, എന്നിട്ടും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. കടുത്ത നടപടികളിലേക്ക് കടക്കാൻ കോർപ്പറേഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വസ്തുതകളെല്ലാം മറച്ചുവെച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവും മുൻ കേന്ദ്രമന്ത്രിമാരും കോർപ്പറേഷനും സർക്കാരിനുമെതിരെ ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്, മാത്രമല്ല പൊതുവിൽ ദൃശ്യമാധ്യമങ്ങളെല്ലാം ഈ കാര്യങ്ങൾ കുറെയൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്നലെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് റെയിൽവേയുടെ ഭാഗത്ത് നിന്നുള്ള സമീപനത്തെക്കുറിച്ച്. പക്ഷേ പത്രങ്ങൾ പലരും സ്വീകരിക്കുന്ന സമീപനം റെയിൽവേയെ തൊടാത്ത ഒരു സമീപനമാണ്. കുറ്റം മുഴുവൻ കോർപ്പറേഷന്റേതാണ് എന്ന മറ്റുള്ളൊരു സമീപനമാണ്. ഇപ്പോ ഒരു പത്രത്തിൽ ഞാനിന്ന് കണ്ടത് ഇങ്ങനെയാണ് ഒരു വാചകം: നഗരത്തിലെ മുഴുവൻ ജലവും കുത്തിയൊലിച്ച് എത്തിയ തോട്ടിലേക്ക് സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെ 3 കരാർ തൊഴിലാളികളെ ഇറക്കി വിടുകയായിരുന്നു. എത്ര ലാഘവത്തോടെയാണ് ഉത്തരവാദപ്പെട്ടവർ കാര്യങ്ങളെ എന്നതിന് മറ്റെന്ത് തെളിവ് വേണം? ആരാണ് ഇറക്കിവിട്ടത്? കോർപ്പറേഷനാണോ? സംസ്ഥാന സർക്കാരാണോ? അപ്പൊ ഇങ്ങനെ ഇത്രയും വലിയ അനാസ്ഥയും നിരുത്തരവാദിത്വവും കാണിച്ചിട്ട് നമ്മൾ സംരക്ഷണം ഒരുക്കുമ്പോൾ അത് ഈ അനാസ്ഥയ്ക്കുള്ള സംരക്ഷണമായിട്ടാണ് മാറുന്നത്.
ഇതിലൊന്നും അന്ധമായ രാഷ്ട്രീയം കാണരുത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അതുണ്ടായി എന്ന് പറയാതിരിക്കുകയും വേണമെങ്കിൽ കോർപ്പറേഷന്റെ അനാസ്ഥയാണ്, സർക്കാരിന്റെ അനാസ്ഥയാണെന്ന് ധരിച്ചോട്ടെ എന്ന മട്ടിലെഴുതുകയും ചെയ്താൽ അതാർക്കാണ് സഹായകരമായി തീരുക? ആർക്കാണ് സഹായകരമായി തീരുക? ഞാൻ അത്രേ ഇതിൽ പറയുന്നുള്ളൂ, വേറെ രാഷ്ട്രീയമൊന്നും ഞാനതിൽ പറയുന്നില്ല. അപ്പോ കുറെ കൂടി വസ്തുനിഷ്ഠമായിട്ടുള്ളൊരു സമീപനം ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു, റെയിൽവേയെ കുറ്റപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല ഉദ്ദേശം. ഈ വസ്തുതകൾ വ്യക്തമാക്കുക എന്നതാണ്. യോജിച്ച് തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട് തുടർന്നും. പക്ഷെ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായ സമീപനം ഉണ്ടായാൽ പറ്റില്ല. ഇതുവരെ ഉണ്ടായ സമീപനം ഉണ്ടായാൽ പറ്റില്ല. റെയിൽവേയുടെ സഹകരണം ആവശ്യമുണ്ട്. സഹകരിക്കുന്നില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് തീർച്ചയായിട്ടും പോകേണ്ടി വരും. അപ്പൊ സർക്കാർ എന്തെങ്കിലും ഒരു വീഴ്ച വരുത്തിയത് കൊണ്ടല്ല, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സാധ്യമായത്ര നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഹൈക്കോടതി തന്നെ അത് അംഗീകരിച്ചിട്ടുമുണ്ട്. എത്രയോ ഹൈക്കോടതി ഏറെക്കുറെ എല്ലാ ആഴ്ചയും എന്ന പോലെ സിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ബ്രഹ്മപുരം തീപിടുത്തത്തിന് ശേഷം. കോടതി സർക്കാർ സ്വീകരിച്ച നടപടികൾ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന് തൃപ്തി ഉണ്ടാവില്ല. അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താൻ ഞങ്ങൾ വിചാരിച്ചാൽ കഴിയുകയുമില്ല. അദ്ദേഹത്തിന്റെ സഹകരണവും ഞങ്ങൾ തേടിയിരുന്നു. നിർഭാഗ്യവശാൽ സഹകരണമില്ലതാനും കുറ്റപ്പെടുത്തലും അടിസ്ഥാനമില്ലാത്ത വിമർശനങ്ങൾ ഉന്നയിക്കലും മാത്രമാണ് ഉണ്ടാവുന്നത്. ഇതുപോലൊരു കാര്യത്തിൽ പോലും അദ്ദേഹത്തിന് വിമർശിക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ ധാരാളം അവസരങ്ങൾ വേറെയുണ്ടല്ലോ. ഇത് ഒരുമിച്ച് നിൽക്കേണ്ട ഒന്നല്ലേ? ഇപ്പൊ നോക്കൂ, കേരള ഹൈക്കോടതിയുടെ 17/11/2023 കോടതിയുടെ പരാമർശമാണ് സിറ്റിംഗിന്. വി അപ്രീഷിയേറ്റ് ദ ഏണസ്റ്റ് എഫേർട്സ് ബീയിങ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള ഇൻ അഡ്രസിംഗ് ദ പ്രോബ്ലംസ് ഇൻ കൊച്ചി ആസ് വെൽ as ഇൻ അതർ അർബൻ ഏരിയാസ് ഇൻ ദ സ്റ്റേറ്റ്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഒന്നും നടന്നിട്ടില്ല ഇവിടെ എന്നാണ്. മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ ഒരു ചുക്കും ചെയ്തിട്ടില്ല. പക്ഷെ കോടതി ഇത് എല്ലാ ആഴ്ചയും വിലയിരുത്തുകയാണ്. എല്ലാ ആഴ്ചയും വിലയിരുത്തുന്ന കോടതി പറയുന്നു, വി അപ്രീഷിയേറ്റ് ദ ഏണസ്റ്റ് എഫേർട്സ് ബീയിങ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള. വീണ്ടും 1-3 We note with satisfaction that the Government Monitoring Committee has opined that the quantity of legacy waste processed was promising and shows substantial progress. മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാം പൂർണ്ണതയിലെത്തിയെന്നല്ല അവകാശപ്പെടുന്നത്. പക്ഷെ സർക്കാർ ശരിയായ ദിശയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചത് ഞാൻ വായിക്കുകയാണ് ചെയ്തത്. നാളെ ചിലപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ അവകാശപ്പെട്ടു എന്നായിരിക്കും. എന്റെ അവകാശവാദമല്ല, ഹൈക്കോടതിയുടെ ഉദ്ധരണിയാണ് ഞാൻ വായിച്ചത്. അപ്പോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൽ നിന്നും പ്രതിപക്ഷത്തിൽ നിന്നുമൊക്കെ ഇത് ശക്തിപ്പെടുത്താനുള്ള പിന്തുണയും സഹകരണവുമാണ് പ്രതീക്ഷിക്കുന്നത്. അതാ തീരെയില്ല എന്ന് ഞാൻ പറയില്ല. പ്രതിപക്ഷ ഉപനേതാവിൽ നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള സമീപനം ഉണ്ടായിട്ടുള്ള കാര്യവും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. ഉള്ളതുപോലെ പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. ഇപ്പോ ഒരു വീഡിയോ, മാലിന്യം വലിച്ചെറിയരുത് എന്നൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വീഡിയോ ഗവൺമെന്റ് പുറത്തിറക്കിയിരുന്നു. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമൊക്കെ ഗവൺമെന്റ് ആയിട്ടുണ്ടാവും. പക്ഷെ പ്രതിപക്ഷ ഉപനേതാവ് അതിൽ പങ്കാളിയാവാൻ തയ്യാറായി. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അന്നതൊരു വലിയ വാർത്തയായിരുന്നു, എന്തൊരു അത്ഭുതം പോലെ. യഥാർത്ഥത്തിൽ അല്ല, അത്ഭുതകരമായൊരു കാര്യമൊന്നുമില്ല. അദ്ദേഹം വളരെ ക്രിയാത്മകമായൊരു സമീപനം അതിൽ സ്വീകരിച്ചു എന്നതാണ്. അത് എല്ലാവരിൽ നിന്നും ഉണ്ടാവണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഉപനേതാവ് സർക്കാരിന്റെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സമീപനങ്ങളെ വിലമതിക്കുന്നു ഗവൺമെന്റ്, അതിന് നന്ദിയും രേഖപ്പെടുത്തുന്നു. അത് കൂടുതൽ ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, ഇത് ഒരു കക്ഷി രാഷ്ട്രീയ മത്സരത്തിന്റെ വിഷയമാക്കി, മുതലെടുപ്പിന്റെ വിഷയമാക്കി മാറ്റേണ്ട ഒന്നല്ല എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല. ഇവിടെ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഇപ്പോ ഒന്നും നടക്കുന്നില്ല എന്നൊരു പ്രചരണം ഉണ്ടാവുകയാണ്.
എന്താണ് നടന്നിട്ടുള്ള കാര്യം എന്നുകൂടി നിങ്ങളെ ബോധ്യപ്പെടുത്താം. ഞാൻ മാധ്യമങ്ങളുടെ പിന്തുണയും പലപ്പോഴും ഇതിന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്, തീരെ മാറ്റമില്ല എന്ന് ഞാൻ പറയില്ല, കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാൾ എത്രയോ വലിയ സംഭാവന മാധ്യമങ്ങൾക്ക് നൽകാൻ കഴിയും. ഇപ്പോൾ ഉണ്ടായൊരു മാറ്റം എന്താ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ ഈ ഒരു തീവ്രമായ കർമ്മ പരിപാടി നടപ്പാക്കിയ ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റം, ഇപ്പോൾ വാതിൽപ്പടി ശേഖരണം 2023 മാർച്ചിൽ 47%, ഇപ്പൊ 86.84% കൂടി. യൂസർ ഫീസ് കളക്ഷൻ 34.90 നിന്ന് 66.85 കൂടി. മിനി MCF 7446 മാത്രം ഉണ്ടായിരുന്നത് 18205. മിനി MCFലാണ് ഓരോ വാർഡിലും ശേഖരിക്കുന്ന മാലിന്യം സംഭരിക്കുന്നത്. അതില്ലായിരുന്നെങ്കിൽ അത്രയും മാലിന്യം റോട്ടിൽ പോകുന്നതാണ്. അപ്പോ 18205 ഇരട്ടിയിലധികമായിട്ട് അത് വർദ്ധിച്ചു. RRFന്റെ എണ്ണം വർദ്ധിച്ചു, 87,163 RRF ബ്ലോക്ക് തലത്തിലുള്ളതാണ്. ക്യാമറ നേരത്തെ ഒന്നുണ്ടായിരുന്നില്ല, ഇപ്പൊ 1047 എണ്ണം. ബിന്നുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല, 1,69,270 ബിന്ന് കേരളത്തിൽ ഇപ്പൊ തദ്ദേശ സ്ഥാപനങ്ങൾ ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ പ്രൊജക്ടിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലീൻ കേരള കമ്പനി ലിഫ്റ്റ് ചെയ്ത മാലിന്യം, ക്ലീൻ കേരള കമ്പനി എടുത്ത മാലിന്യത്തിന്റെ അളവിൽ ഇരട്ടി വർധനവാണ്. 30,217 ടണ്ണാണ് കഴിഞ്ഞ വർഷം എടുത്തതെങ്കിൽ ഈ വർഷമായപ്പോൾ അത് 61,947.974 ടണ്ണായിട്ട് വർദ്ധിച്ചു. അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നേരത്തെ സ്വകാര്യ ഏജൻസികൾ ശേഖരണത്തിൽ ഉണ്ടായിരുന്നില്ല, അത് 79 സ്വകാര്യ ഏജൻസികൾ ഇപ്പോൾ മാലിന്യം ശേഖരിക്കുന്നതിലുണ്ട്. അതുപോലെ സ്വകാര്യ ഏജൻസികൾ പ്രതിദിനം ശേഖരിക്കുന്നത് 8,985 ടണ്ണാണ്. എന്ന് പറഞ്ഞാൽ CKCLന് പുറമെ സ്വകാര്യ ഏജൻസികൾ ശേഖരിക്കുന്നത്. ഹരിതമിത്രം ആപ്ലിക്കേഷൻ ഉണ്ട്, 11 ലക്ഷം പേര് മാത്രം ഉപയോഗിച്ചിരുന്നു, 72 ലക്ഷത്തിലധികമായിട്ട് അത് ഉപയോഗിക്കുന്നു. എൻഫോഴ്സ്മെന്റ് പരിശോധന ഏറ്റവും വലിയ വർധനവ്. എന്ത് നടന്നു എന്ന് ചോദിക്കുകയാണല്ലോ. 1138 എൻഫോഴ്സ്മെന്റ് പരിശോധനകളാണ് നടന്നത് 2023 മാർച്ച് വരെയെങ്കിൽ ഇപ്പോൾ 44,682 44,682 പരിശോധന. ഫൈനിന്റെ കാര്യത്തിലും അത് കാണാൻ പറ്റും. 2023 മാർച്ച് വരെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുരം ഉണ്ടാവുന്നതിന് മുമ്പ് അതുവരെ ആ ഒരു വർഷം 2.9 ലക്ഷമാണ് ഫൈൻ ചുമത്തിയത്. ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഫൈൻ 4.5 കോടിയായിട്ട് വർദ്ധിച്ചു ഫൈൻ ചുമത്തിയത്. അതുപോലെ ഹരിതകർമ്മസേനാംഗങ്ങളുടെ എണ്ണം കൂടിയെന്ന് മാത്രമല്ല, അവരുടെ വരുമാനത്തിലും വർധനമുണ്ടായി. ഇത് വെറുതെ ഉണ്ടായിട്ടുള്ളതല്ല, കഴിഞ്ഞ ഒരു കൊല്ലം നടത്തിയ തീവ്രമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ അത് സമയബന്ധിതമായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് സർക്കാർ ഉറച്ച പ്രതീക്ഷയുള്ളത്. അതിൽ സർക്കാരിന് ഉറപ്പുണ്ട് ഈ ലക്ഷ്യം കൈവരിക്കാൻ കഴിയും എന്ന്. പക്ഷെ അതിന് എല്ലാവരുടെയും പിന്തുണ വേണം. ഇത് സർക്കാരിനൊറ്റയ്ക്കോ തദ്ദേശ സ്ഥാപനത്തിനൊറ്റയ്ക്കോ ചെയ്യാൻ പറ്റുന്നതല്ല. ഓരോ വ്യക്തിയുടെയും മനോഭാവത്തിലും സമീപനത്തിലും മാറ്റമുണ്ടാവണം. അതിൽ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ആ മനോഭാവം ഉണ്ടാക്കുന്നതിൽ പങ്കുണ്ട്. വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്നവരാണ് മാധ്യമങ്ങൾ. പലപ്പോഴും ഉണ്ടാവുന്നത് എന്താ, ഒരു സംഭവം ഉണ്ടായി, ഒരു ദുരന്തമുണ്ടായി, വലിയ കവറേജ് അതിനെല്ലാം ഉണ്ടാവും, അപ്പോൾ വലിയ വിമർശനമുണ്ടാവും, ചർച്ചയുണ്ടാവും. അത് കഴിഞ്ഞാൽ മാധ്യമങ്ങൾ അത് ഉപേക്ഷിക്കും. പിന്നെ അടുത്ത ദുരന്തമുണ്ടാവുമ്പോഴേ മാധ്യമങ്ങൾ ഈ പ്രശ്നത്തെ പരിഗണിക്കുകയേ ചെയ്യുന്നുള്ളൂ. ഞാൻ എത്രയോ തവണ നിങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്, പല മാധ്യമ മേധാവികളോടും വ്യക്തിപരമായിട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതിലൊരു വലിയ പോസിറ്റീവായ റോള് വഹിക്കാൻ കഴിയുന്നവരാണ് മാധ്യമങ്ങൾ. ബോധവൽക്കരണം അത് ചെയ്താൽ മതി. മാലിന്യം വലിച്ചെറിയാതിരിക്കുക, അത് ശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്യുക എന്നൊരു ബോധവൽക്കരണം നടത്താൻ പണ്ടൊക്കെ മാധ്യമങ്ങൾ ഇങ്ങനെ ക്യാമ്പയിനുകളൊക്കെ നടത്തുമായിരുന്നു. അതിന് നിങ്ങൾ ആരെങ്കിലും സ്വന്തം നിലയിൽ മുന്നോട്ട് വന്നാൽ മതി. ഇനി സർക്കാരിനെ പിന്തുണച്ചോ അല്ലെങ്കിൽ സർക്കാരിനെ സഹായിക്കുന്ന തരത്തിലൊന്നും വേണമെന്നില്ല. സ്വന്തം നിലയിലെങ്കിലും മുന്നോട്ട് വന്നാൽ അത് വലിയ സഹായം ചെയ്യും. കാരണം ആളുകളുടെ മനോഭാവത്തിലൊരു മാറ്റം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പം അങ്ങനെ നമ്മൾ മറ്റ് സാമൂഹിക സംഘടനകൾ, യുവജന സംഘടനകൾ, ഇവരുടെ എല്ലാം യോഗം എത്ര തവണ വിളിച്ചു ചേർത്തു. പലപ്പോഴും ഉണ്ടാവുന്നത് എന്താ, ഇപ്പോ ചട്ടം എൻഫോഴ്സ് ചെയ്യാൻ ശ്രമിച്ചാൽ ഉടൻ പ്രതിഷേധം വരികയായി. കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വായിച്ചത്, വ്യാപാരികളെ സർക്കാർ
മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ ദ്രോഹിക്കുന്നു എന്നാണ് ഒരു പത്രം എഴുതിയത്. വ്യാപാരികളെ ദ്രോഹിക്കുന്നു. എന്താണ്? സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് നടപ്പാക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അത് ദ്രോഹിക്കലായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നു. റൂൾസിനപ്പുറം ഒന്നും സർക്കാർ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ബ്രഹ്മപുരം ഉണ്ടായപ്പോഴാണ് നമ്മൾ കൊച്ചിയിൽ ഒരു വലിയ ഇടപെടൽ നടത്തിയത്. ആ ഇടപെടലിന്റെ വലിയ മാറ്റമുണ്ടായി കൊച്ചിയിൽ. ഇപ്പതാ കൊച്ചിയിലെ BPCLന്റെ പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഉടൻ നിർമ്മാണം ആരംഭിക്കും. തിരുവനന്തപുരത്ത് ഗെയിലിന്റെ അനുമതി കൊടുക്കാനിരിക്കുകയാണ്. കൊച്ചിയിൽ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ആ മാറ്റം അതുപോലെ തിരുവനന്തപുരത്തും കേരളത്തിലാകെയും നമുക്കുണ്ടാക്കാൻ കഴിയും. അടുത്ത ഒരു 6 മാസത്തിനുള്ളിൽ 11 ലക്ഷ്യങ്ങൾ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൈവരിക്കേണ്ട 11 ലക്ഷ്യങ്ങൾ സമയക്രമവും നിശ്ചയിച്ചിട്ടുണ്ട്. അത് കൈവരിക്കാൻ കഴിയുമെന്ന ഉറപ്പ് തന്നെയാണ് സർക്കാരിനുള്ളത്. തിരുവനന്തപുരത്തും ആ മാറ്റമുണ്ടാവും. ഇതൊരു അനുഭവ പാഠമായിട്ടെടുക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കോർപ്പറേഷനോടൊപ്പം ചേർന്ന് ശക്തമായിട്ടുള്ള ഇടപെടൽ തിരുവനന്തപുരത്ത് നിന്നുണ്ടാവും. തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേകിച്ചുണ്ടാവും. കേരളത്തിലാകെയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവും. അപ്പൊ അതിലെനിക്ക് മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിയമം ശക്തമായിട്ട് നടപ്പാക്കുമ്പോൾ എതിർപ്പുണ്ടാവും. പലപ്പോഴും എല്ലാവരും ഞാൻ പറയുന്നില്ല, പലപ്പോഴും കാണുന്നൊരു പ്രവണത ആ എതിർപ്പിനും വലിയ പിന്തുണ കിട്ടുന്ന സ്ഥിതിയാണ്. മാധ്യമങ്ങളൊക്കെ അതിനും വലിയ പിന്തുണ കൊടുക്കുന്ന സ്ഥിതി ഉണ്ടാവും. നിങ്ങളുടെ കൂടി പിന്തുണയുണ്ടെങ്കിൽ നമുക്ക് ഈ ലക്ഷ്യം കൈവരിക്കാൻ പറ്റും. നിയമം ശക്തമായി ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ മുഖം നോക്കാതെ നടപ്പാക്കാൻ കഴിയും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ MLA-മാരുടെ പേര് വിട്ടുപോയി. ശ്രീ ആന്റണി രാജു ഉണ്ടായിരുന്നു, ശ്രീ VK പ്രശാന്ത് ഉണ്ടായിരുന്നു, അവരെല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെ പേര് ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ ക്ഷമിക്കണം, കുറച്ചധികം പറഞ്ഞത് ഈ വിഷയമായതുകൊണ്ടും കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുകൊണ്ടുമാണ്. ഇപ്പൊ കൊച്ചിയിലുണ്ടായ ഒരൊറ്റ വീഡിയോ കൂടി ഞാൻ നിങ്ങളുടെ കാണിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. ബയോമൈനിങ് ബ്രഹ്മപുരം 40% ബ്രഹ്മപുരത്തെ ബയോമൈനിങ് പൂർത്തിയാക്കി മാലിന്യം നീക്കുന്നത്. ആ വീഡിയോ കൂടി ഒന്ന് കാണാൻ അഭ്യർത്ഥിക്കുകയാണ്. പഴയ ബ്രഹ്മപുരത്തിനുണ്ടാകുന്ന മാറ്റം. ഇനി ചോദ്യങ്ങളാവാം. അതല്ലേ ഞാനിപ്പോ പറഞ്ഞത്. സർക്കാരിന് തുടങ്ങുന്നതിനൊരു വിരോധമില്ല. അത് അവസാനിച്ചത് റെയിൽവേ ആക്ടുമായിട്ട് നേരിടാൻ വന്നപ്പോഴാണ്. അല്ല, അതാണല്ലോ ഞാൻ ഇത്ര നേരം പറഞ്ഞത്. ഇത് മാലിന്യം വരുന്നതിന് എല്ലാവരും ഉത്തരവാദികളാണ്. മാലിന്യം ശൂന്യാകാശത്തുനിന്ന് വരുന്നതല്ലല്ലോ. ഈ തിരുവനന്തപുരം നഗരത്തിലും പരിസരത്തുമുള്ള ആളുകൾ സൃഷ്ടിച്ച മാലിന്യം തന്നെയാണത്. അത് നീക്കം ചെയ്യാനുള്ള നടപടികൾ, അതാ പറഞ്ഞത്, തിരുവനന്തപുരം നഗരത്തിൽ അതിന്റെ വ്യത്യാസമുണ്ടാവും. അടുത്ത 6 മാസത്തിനകം ശക്തമായ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവും, കോർപ്പറേഷന്റെയും ഭാഗത്ത്. മേയർക്ക് പറയാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർത്തോളൂ. ഇപ്പോ ചോദിച്ചതില് ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, മിനിസ്റ്റർ പറഞ്ഞു അതിലെ കാര്യങ്ങൾ. അതിൽ 17 സ്ഥലങ്ങളിൽ നമ്മൾ പ്ലാസ്റ്റിക് ഫിഷറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പ്ലാസ്റ്റിക് ഫിഷർ സ്ഥാപിച്ച സ്ഥലത്താണ് ഇന്ന് മാലിന്യം ഒഴുകി വരുന്നത്. കടലിലേക്ക് അല്ലെങ്കിൽ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് മാലിന്യം ഒഴുകിപ്പോകാതിരിക്കാൻ 17 സ്ഥലങ്ങളിലായി നേരത്തെ തന്നെ നഗരസഭ 17 ട്രാപ്പുകൾ വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ട്രാപ്പിന്റെ അവിടെ നിന്നാണ് നമുക്കിന്ന് ബോഡി കിട്ടുന്ന ഒരു സാഹചര്യം വന്നത്.
ആ ഭാഗത്താണ്. അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ ഈ 17 ഭാഗത്തു നിന്നും മാലിന്യം നഗരസഭ ശേഖരിക്കുന്നുണ്ട്. ശേഖരിച്ച് വള്ളക്കടവുള്ള ഒരു പ്രോപ്പർട്ടിയിലിട്ട് അതിന്റെ സെഗ്രിഗേഷൻ നടത്തി ക്ലീൻ കേരള കമ്പനി അതുപോലെ തന്നെ മറ്റ് ഏജൻസികൾക്ക് കൊടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ റെഗുലറായി നടക്കുന്നതാണ്. അത് ഇന്നലത്തെ മഴയോടുകൂടി കൂടുതൽ ഒഴുക്കിന്റെ ഭാഗമായി ബോഡി വന്ന സമാനമായ രീതിയിൽ തന്നെ കൂടുതൽ പ്ലാസ്റ്റിക്കുകൾ വന്നിട്ടുണ്ട്. പ്രോപ്പർട്ടി KSRTCയുടെ അല്ല. അല്ല, ഹൈക്കോടതി അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം സർക്കാർ സ്വീകരിച്ച നടപടി എന്തെല്ലാമാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട് എന്ന കാര്യമാണ് കോടതിയെ അറിയിക്കുക. പിഴയുടെ കാര്യം നിയമാനുസൃതയെ നമുക്ക് പറയാൻ പറ്റൂ. നിയമപ്രകാരം എത്രയാണോ ചുമത്താവുന്നത് അതാണ്. അതെ. ഞാനിപ്പോ ഇത്രയും രേഖകളൊക്കെ പറഞ്ഞത് ഈ ഒരു കത്ത് മാത്രമല്ലല്ലോ പറഞ്ഞത്, എത്രയോ കത്തിന്റെ കാര്യം പറഞ്ഞില്ലേ. ഞാനിത് അത് മുഴുവൻ ആവർത്തിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജനുവരിയിലാണ് ആദ്യത്തെ കത്ത് കൊടുക്കുന്നത്. അത് കേൾക്കൂ. അത് കഴിഞ്ഞ് അഡീഷണൽ ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു. റെയിൽവേയുടെ 2 ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ വന്നില്ല, ആ യോഗത്തിൽ പങ്കെടുത്തില്ല. അതിനുള്ള അസംതൃപ്തി ആ മിനിറ്റ്സിൽ തന്നെ ഉണ്ട്. എന്നിട്ട് റെയിൽവേ സ്വീകരിക്കേണ്ട 20 നടപടികൾ നിർദ്ദേശിച്ചു. ആ നടപടികൾ സ്വീകരിക്കാതിരുന്നപ്പോഴാണ് നോട്ടീസ് കൊടുക്കുന്നതിലേക്ക് എത്തിയത്. എന്നിട്ടും പ്രതികരിക്കാതിരുന്നപ്പോഴാണ് പ്രോസിക്യൂഷനിലേക്ക് കടക്കുന്നത്. അപ്പൊ ഇതാണ് സർക്കാർ സ്വീകരിച്ച നടപടി. നിങ്ങൾക്കിപ്പോ ചോദിക്കാൻ ഇവിടെ മന്ത്രി നിങ്ങളുടെ മുമ്പിലുണ്ട്, മേയറുണ്ട്. റെയിൽവേയുടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരോട് നിങ്ങൾക്ക് ചോദിക്കാൻ അവസരമുണ്ടോ? റെയിൽവേ ആരോടെങ്കിലും മറുപടി പറയും? അല്ല, കേൾക്കൂ. റെയിൽവേ ആരോടെങ്കിലും മറുപടി പറയുമോ? മറുപടി പറഞ്ഞിട്ടുണ്ടോ? എന്താ അവരുടെ മറുപടി? ഇന്നലെ മുൻ മേയർ കൂടിയായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് കേട്ടു. അദ്ദേഹം മേയറായിരുന്ന കാലം മുതൽ റെയിൽവേയുടെ സമീപനം ഇതാണെന്ന്. കേൾക്കൂ. ആ 2018 ശേഷമാണെന്ന് റെയിൽവേ ആക്ട് എടുത്തിട്ട് ഭീഷണിയായിട്ട് വന്നത്. അതിനുശേഷമാണ് ഭീഷണിയായിട്ട് വന്നത് ചെയ്യാൻ പറ്റില്ല എന്ന്. ഇറിഗേഷന്റെ കീഴില, പക്ഷെ റെയിൽവേ പ്രോപ്പർട്ടി റെയിൽവേയുടെ അധീനതയിലാണ്. അതെ, നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്. ആമയിഴഞ്ചാൻ തോട് പൂർണ്ണമായും മാലിന്യമുക്തമാക്കണം. ഞാനിപ്പോ ഈ ദുരന്തത്തിന്റെ കാര്യം മാത്രമാണ് ഇത് പറഞ്ഞത്. ഈ ദുരന്തത്തിന്റെ കാര്യത്തിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള സമീപനത്തെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. അത് തന്നെ ഞാൻ പറഞ്ഞത് ഏത് പശ്ചാത്തലത്തിലാണെന്നോ ഞാൻ പറഞ്ഞു. ഞാനിപ്പോ റെയിൽവേയെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഒരു പത്രസമ്മേളനം നടത്തണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോഴും അങ്ങനെയല്ല. പക്ഷേ ഇത് സർക്കാർ വരുത്തിവെച്ച ദുരന്തം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ ആക്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ വസ്തുത വിശദീകരിക്കേണ്ടി വന്നു എന്നേ ഉള്ളൂ. ഞാൻ ആവർത്തിക്കുന്നു, റെയിൽവേയും സർക്കാരും മാത്രമല്ല, എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കൈകോർത്ത് നടത്തേണ്ട ഒരു കാര്യമാണിത് എന്നത്. അല്ല, ആ തർക്കത്തിൽ അല്ല, ഒറ്റ മിനിറ്റ്. കർശന നടപടി ഉണ്ടാവും. തീർച്ചയായിട്ടും കർശനമായ നടപടി ഉണ്ടാവും. നഗരസഭയാണെങ്കിലും ഞങ്ങൾ ഈ കാര്യത്തെ കാണുന്നത് റെയിൽവേ, നഗരസഭ, റെയിൽവേ ചെയ്താൽ തെറ്റ്, നഗരസഭ ചെയ്താൽ ശരിയെന്ന് നിൽക്കുന്നില്ല. മേയർ ഇവിടെ എന്റെ കൂടെ ഉണ്ടല്ലോ. ഇനി ഇക്കാര്യങ്ങളിലെല്ലാം ഇപ്പോ റെയിൽവേയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള വീഴ്ച ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ പറഞ്ഞു, ഇതിനി ആവർത്തിക്കാൻ പാടില്ലാത്തതാണ്. റെയിൽവേയുടെ ഭാഗത്തു നിന്നല്ല, ആരുടെ ഭാഗത്തു നിന്നും ആവർത്തിക്കാൻ പാടില്ലാത്തതാണ് എന്നാണ് അതിനർത്ഥം. അത് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇതാണ് പറയുന്നത്. മാധ്യമങ്ങൾ പലപ്പോഴും
ഈ വിവാദം ഉണ്ടാവുമ്പോൾ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നുള്ളത്. ഇപ്പൊ 20 സൈറ്റുകൾ മാലിന്യ മലകൾ നീക്കം ചെയ്യാനുള്ള ടെൻഡർ കൊടുത്തു കഴിഞ്ഞു. അത് ഒരു പ്രസ് റിലീസൊക്കെ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. 100 കോടി രൂപയുടെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ 20 നഗരസഭകളിലെ വൻ മാലിന്യ മലകൾ ബയോമൈനിങ്ങിലൂടെ നീക്കം ചെയ്യാനുള്ള പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അല്ല, ഇനി അതില് നിയമപ്രകാരം വേറൊരു കാര്യം കൂടി നിങ്ങൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോ ഞാൻ മനസ്സിലാക്കിയത് ഈ ടണലിൽ വൻതോതിൽ മാലിന്യം വർഷങ്ങളായിട്ട് അടിഞ്ഞുകൂടി പാറ പോലെ ഉറച്ചുപോയിട്ടുണ്ട്. ഏത് മാലിന്യമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കും അറിയാമല്ലോ എന്ത് മാലിന്യമാണതെന്നുള്ളത്. അതെ, അത് റെയിൽവേ വിശദീകരിക്കേണ്ട ഒരു കാര്യം. റെയിൽവേക്ക് STP ഉണ്ടോ? ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടോ? അവരെന്താ ചെയ്യുന്നത്? വൻതോതിൽ ദ്രവമാലിന്യം ഉണ്ടാവുന്നുണ്ടല്ലോ, അതെന്താ ചെയ്യുന്നത്? റെയിൽവേക്ക് FSTP ഉണ്ടോ? ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടോ? ആ ഫീക്കൽ സ്ലഡ്ജ് അവരെങ്ങനെയാണ് സംസ്കരിക്കുന്നത്? എവിടേക്കാണ് തള്ളുന്നത്? റെയിൽവേക്ക് ETP ഉണ്ടോ? ഇഫ്ലൂവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടോ? ഈ 3 കാര്യങ്ങൾക്ക് റെയിൽവേ വ്യക്തമായിട്ട് വിശദീകരണം നൽകണ്ടേ? ഞാൻ വിചാരിക്കുന്നത് ജനങ്ങളോട് പറഞ്ഞില്ലെങ്കിലും കോടതി പറയേണ്ടി വരുന്നുള്ളതാണ്. അല്ല, റെയിൽവേക്ക് ഉണ്ടോന്ന് റെയിൽവേ പറയണം. ആദ്യം ലൈസൻസ് കൊടുക്കുകയാണോ ചെയ്യുക? റെയിൽവേ തുടങ്ങാൻ സമീപിക്കുകയാണോ ചെയ്യുക? അതിന്റെ ചോദ്യം അല്ല. അതാ ഞാൻ പറഞ്ഞത്. റെയിൽവേ സർക്കുലർ പറയുന്നു റെയിൽവേയുടെ വേസ്റ്റ് റെയിൽവേ തന്നെ സംസ്കരിക്കണം. റെയിൽവേ സർക്കുലർ പറയുന്നു 2011 നിയമം പറയുന്നു, 2006 നിയമം പറയുന്നു, ഹൈക്കോടതി പറയുന്നു ബൾക്ക് വേസ്റ്റ് ജനറേറ്ററാണ് റെയിൽവേ സംസ്കരിക്കണം. എങ്ങനെയാണ് തിരുവനന്തപുരത്ത്, ഞാൻ ഇപ്പൊ തിരുവനന്തപുരത്തെ കാര്യം പറയുന്നു, ഇവിടുത്തെ മാത്രമല്ല എല്ലായിടത്തും റെയിൽവേ സംസ്കരിക്കുന്നത്? എന്ത് മാലിന്യ സംസ്കരണ സംവിധാനമാണ് റെയിൽവേക്കുള്ളത്? കഴിഞ്ഞ ആഴ്ച റെയിൽവേയുടെ പാലക്കാട് ഡിവിഷനിൽ നിന്നുള്ളൊരു ഉദ്യോഗസ്ഥൻ, ഒരു ജൂനിയർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം എന്നെ കാണാൻ വന്നു. ഞാൻ അദ്ദേഹം ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണെന്ന് നോക്കിയില്ല, വരാൻ പറഞ്ഞു. അദ്ദേഹം എനിക്ക് റിക്വസ്റ്റ് എനിക്ക് തന്നു കഴിഞ്ഞ ആഴ്ച. അത് ഹരിത കർമ്മസേനയുടെ സേവനം പാലക്കാട് ഡിവിഷനിൽ അഭ്യർത്ഥിച്ചുകൊണ്ടാണ്. ഉടൻ ഞാൻ വാഗ്ദാനം ചെയ്തു ഉറപ്പായിട്ടും നൽകാം. അവരാവശ്യപ്പെട്ടാലേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. ഉറപ്പായിട്ടും നൽകാം, നടപടിയെടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു. ഹരിത കർമ്മസേനയുടെ സേവനം ലഭ്യമാക്കാനുള്ള ചെലവ് റെയിൽവേ വഹിക്കണം എന്ന് പറഞ്ഞു. ചെലവെന്ന് പറഞ്ഞാൽ അവർക്കുള്ള വേതനം റെയിൽവേ കൊടുക്കണം. സർക്കാരിന് സന്തോഷമേ ഉള്ളൂ. റെയിൽവേ ഇങ്ങനൊരു സർക്കാരിന്റെ പിന്തുണ ആവശ്യപ്പെട്ടാൽ സർക്കാരിന് സന്തോഷമേ ഉള്ളൂ. സാധ്യമായ എല്ലാ പിന്തുണയും നൽകും. ഉടൻ തന്നെ അദ്ദേഹത്തോട് തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇത് ഞങ്ങൾക്ക് നൽകാൻ പ്രയാസമില്ല, ഉടൻ തന്നെ ഞങ്ങൾ അതിനുള്ള നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. അല്ല, നഗരസഭയ്ക്ക് പരിശോധിക്കാൻ പറ്റില്ല. കാരണം റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലമാണ്. റെയിൽവേ ആക്ട് പ്രകാരം ഇതിന്റെ എല്ലാ മെയിന്റനൻസും റെയിൽവേയുടെ മാത്രം അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ കോടതി തീർച്ചയായിട്ടും ഇക്കാര്യം പരിശോധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കോടതിയിൽ റെയിൽവേക്ക് ഇതിന് സമാധാനം പറയേണ്ടി വരും. NGT നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ റെയിൽവേക്ക് നേരത്തെ പിഴ ചുമത്തിയിട്ടുണ്ടല്ലോ ഈ വീഴ്ചകളുടെയൊക്കെ ഫലമായിട്ട്. ആ കാര്യം നമ്മൾ അതിന്റെ ഒരു നടപടിക്രമമുണ്ടല്ലോ, ക്യാബിനറ്റ് ചർച്ച ചെയ്തിട്ടല്ലേ തീരുമാനിക്കുക. പ്രാഥമികമായ ഉത്തരവാദിത്വം റെയിൽവേയുടേതാണ് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതിനർത്ഥം സർക്കാർ ഇത് പരിഗണിക്കില്ല എന്നുള്ളതല്ല. റെയിൽവേ എന്താണ് ചെയ്യാന്നുള്ളത് നോക്കാം. കലക്ടറുടെ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. അല്ല, 47 നിന്ന് 86 ഇതില് ഈ സാനിറ്ററി വേസ്റ്റ് കളക്ട് ചെയ്യാൻ സ്വകാര്യ ഏജൻസികളെ എൻഗേജ് ചെയ്തിട്ടുണ്ട്. അത് ഹരിത കർമ്മസേനയല്ല കളക്ട് ചെയ്യുന്നത്, സ്വകാര്യ ഏജൻസികളാണ് കളക്ട് ചെയ്യുന്നത്. അതോടൊപ്പം മറ്റ്
മാലിന്യങ്ങൾ കൂടി, ഈ പ്ലാസ്റ്റിക്കിന് പുറമെയുള്ള മറ്റ് ലെതർ തുടങ്ങിയിട്ടുള്ള മാലിന്യങ്ങൾ കൂടി ഹരിതകർമ്മസേന തുടർന്ന് കളക്ട് ചെയ്യും എന്ന് ഉറപ്പുവരുത്തും. അതിനുള്ള നിർദ്ദേശവും നേരത്തെ തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ, ഇത് കളക്ട് ചെയ്താൽ സംഭരിക്കാനുള്ള സംവിധാനം ഉണ്ടാവേണ്ടതായിരുന്നു. ആ സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കളക്ഷൻ ഇതെല്ലാം അതിൽ ഉൾപ്പെടുത്തണം എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ടാണ് നമുക്ക് ഈ സംവിധാനങ്ങളിൽ വലിയൊരു വർധനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെ അവിടെ പറഞ്ഞല്ലോ, MCFന്റെ കാര്യം, RRFന്റെ കാര്യം ഒക്കെ പറഞ്ഞു. അതിന് പുറമെ ഇനി ഈ സാനിറ്ററി വേസ്റ്റും അതുപോലെ തന്നെ റിജക്ട് വേസ്റ്റും എന്ന് പറഞ്ഞാൽ നോൺ റീസൈക്ലബിൾ വേസ്റ്റ്, റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത റിജക്ട് വേസ്റ്റ്, ഇതും രണ്ടും സംസ്കരിക്കാനുള്ള മെഷീൻ ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും ലഭ്യമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം അത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിലാണ്. അത് കഴിഞ്ഞാൽ അത് വ്യാപകമായിട്ട് നമുക്ക് ഏർപ്പെടുത്തണം എന്നാണ്, ആ സാങ്കേതികവിദ്യ ഉപയോഗിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. അതൊരു വലിയ മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാക്കും, പ്രത്യേകിച്ച് സാനിറ്ററി വേസ്റ്റിന്റെ സംസ്കരണത്തിന്. ഇപ്പോൾ സാനിറ്ററി വേസ്റ്റ് സംസ്കരിക്കുന്നത് എറണാകുളത്ത് കീലിൽ കൊണ്ടുപോയിട്ടാണ്, കീലിലാണ്. അതിന് പുറമെയാണ് ഇപ്പോൾ നമ്മൾ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത്. KSWMPയിലും അത്തരം സംവിധാനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പറയൂ. അത് കോർപ്പറേഷന്റെ കാര്യം ചോദിച്ചത്. സാനിറ്ററി വേസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി ഇപ്പോ പുതിയ കരാറിൽ നഗരസഭ ഏർപ്പെട്ടിട്ടുണ്ട്. രണ്ട് ഏജൻസികളാണ് എടുക്കുന്നത്. ഒന്ന്, മാധ്യമപ്രവർത്തകർ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആക്രി ആപ്പ് വഴി നമ്മൾ കളക്ഷൻ 49 രൂപ എന്ന നിരക്കിലാണ് കിലോയ്ക്ക് എടുക്കുന്നത്. അത് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, നേരത്തെ വാർത്തയിലൊക്കെ വന്ന കാര്യം തന്നെയാണ്, ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഉടനെ എടുക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഏതാണ്ട് ഒരു 2 മാസം കൊണ്ടാണ് ഇപ്പൊ അങ്ങനെ ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. 2 മാസം കൊണ്ടാണ്. ശരിക്കും ജൈവമാലിന്യങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രഖ്യാപന നയമല്ല. നമ്മൾ നഗരസഭയിൽ ഫോളോ ചെയ്യുന്നത് ഉറവിടത്തിൽ മാലിന്യം സംസ്കരിക്കുക എന്നുള്ളതാണ്. കിച്ചൺ ബിന്നുകളും അത്തരം രീതികൾ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുക എന്ന നയമാണ് നഗരസഭ ഇപ്പോൾ നടത്തിവരുന്നത്. അതിനു പുറമെ ശേഖരിക്കുന്ന ഈ മാലിന്യങ്ങൾ, ഈ ജൈവമാലിന്യങ്ങൾ നമുക്ക് കമ്മ്യൂണിറ്റി ലെവൽ കമ്പോസ്റ്റ് ചെയ്യാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട്. അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇലക്ഷൻ പെരുമാറ്റച്ചട്ടത്തിൽ കുറച്ചുകാലം കുടുങ്ങിപ്പോയി. അതിന്റെ ഒരു കാലതാമസം വന്നു. ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി ആവശ്യമായി വന്നിരുന്നു. ഓർഡർ ചെയ്തിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ അത് കിട്ടുമെന്നാണ്. സക്ഷൻ കം ജെറ്റിംഗ് മെഷീനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അത് സ്മാർട്ട് സിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ട് വാങ്ങാൻ നിർദ്ദേശിച്ചത് ഞാൻ തന്നെയാണ്. ഉടൻ അത് എത്തിച്ചേരും. ഇപ്പൊ കൊച്ചിയിൽ അത് വിജയകരമായിട്ട് നമ്മൾ പ്രയോഗിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ വളരെ ഫലപ്രദമാണെന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്ത് കൂടി വേണം എന്ന് നിശ്ചയിച്ചത്. വളരെ ഗൌരവത്തോടു കൂടിയിട്ടുള്ള നടപടികൾ ഉണ്ടാവും. ആ ഒരു ആക്ഷൻ പ്ലാനുമായിട്ട് കോർപ്പറേഷൻ സർക്കാരിന്റെ സഹായത്തോടു കൂടി വരും. അത് അധികം വൈകാതെ തന്നെ നിങ്ങളുടെ മുമ്പിലും വിശദീകരിക്കും. പക്ഷേ ഈ പറഞ്ഞതുപോലുള്ളൊരു പിന്തുണ നിങ്ങളുടെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാവണമെന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഞാനൊരു വിമർശനമായിട്ടല്ല, ഒരു പരാതിയായിട്ട് പറയട്ടെ. ഇപ്പൊ ഒരു മിനിറ്റ് ഒരു പരാതിയായിട്ട് പറയട്ടെ. ഞങ്ങൾ ഈ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഒരു പ്രശ്നം ഇത്തവണ വന്നു. കാരണം മുഖ്യമന്ത്രി യോഗം വിളിച്ചു ചേർത്തു. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജില്ലകളിൽ യോഗം ചേർന്നു. സാധാരണ അങ്ങനെയാണ് നടക്കുക. ഈ സന്നാഹങ്ങൾ ജനപ്രതിനിധികൾ നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തണം എന്നൊക്കെ തീരുമാനിച്ചു. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ഇടപെടൽ വന്നു. ഉദ്യോഗസ്ഥരുടെ യോഗങ്ങൾ മന്ത്രിമാർ വിളിക്കാൻ പാടില്ല. അപ്പോൾ കളക്ടർമാരുടെ നേതൃത്വത്തിലാണ് നടന്നത്. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും തമ്മിലുള്ള ഏകോപനം സാധ്യമായില്ല ഈ ഇടപെടൽ കാരണം, അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടം കാരണം. അത് കുറച്ചത് ബാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ അക്കാര്യം അന്ന് തന്നെ അത് പറഞ്ഞതാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ അന്ന് എനിക്കിപ്പോൾ മറ്റു യോഗമൊന്നും വിളിക്കാൻ പറ്റാതെ വന്നതുകൊണ്ട് ഞാൻ ചെയ്തത് അസോസിയേഷന്റെ ഭാരവാഹികൾ, പഞ്ചായത്ത്, മുനിസിപ്പൽ, മേയേഴ്സ് കൌൺസിൽ, ഇതിന്റെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരെ എറണാകുളത്ത് വെച്ച് വിളിച്ചു ചേർത്ത് 2 ദിവസം മെയ് 18, 19 തീയതികളിൽ കേരളത്തിലുടനീളം ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം നടത്താൻ
പ്ലാൻ ചെയ്തു. അവരുടെ യോഗം മാത്രമേ വിളിക്കാൻ പറ്റുമായിരുന്നു. ഒറ്റ ഉദ്യോഗസ്ഥനായ യോഗത്തിൽ പങ്കെടുക്കാൻ ആദ്യം ഉദ്യോഗസ്ഥർ കൂടി അറിയിപ്പ് കൊടുത്തു. പിന്നീട് വീണ്ടും അറിയിപ്പ് കൊടുത്തു, കമ്മീഷന്റെ വിലക്കുണ്ടാവുകൊണ്ട് ആരും വരരുത് എന്ന്. ഇവരെ മാത്രം വെച്ച് നടത്തേണ്ടി വന്നു. അപ്പോൾ അതിനുശേഷം ഈ മെസ്സേജ് താഴെ എത്താൻ ഇവർ തന്നെ പറഞ്ഞു, ഈ ജനപ്രതിനിധികളെല്ലാവരും പറഞ്ഞു, ഇതൊന്ന് താഴെ എത്തണമെങ്കിൽ മിനിസ്റ്റർ ഒരു പത്രസമ്മേളനം നടത്തി കാര്യങ്ങളൊക്കെ പറയണം. എറണാകുളത്ത് പത്രസമ്മേളനം നടത്തിയിട്ട് പിറ്റേ ദിവസം ഒരു വരി പോലും ഒരു മാധ്യമത്തിലും വന്നില്ല. ടെലിവിഷൻ ചാനലിൽ വന്നതേ ഇല്ല പോട്ടെ, കാരണം വേറൊന്നും ഒരു രാഷ്ട്രീയ കാര്യവും പറഞ്ഞില്ല. ഈ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അത് ആർക്കും താല്പര്യമുള്ള കാര്യമായില്ല നിർഭാഗ്യവശാൽ. അപ്പൊ ഒരു പരാതിയായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത്, സാധാരണ നിങ്ങൾ പല കാര്യവും കാര്യമായിട്ട് കൊടുക്കും, രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ആണെങ്കിൽ. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ എന്തോ ഒരു വെജിറ്റേറിയൻ കാര്യം എന്ന മട്ടിലാണ് പലപ്പോഴും മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന പരാതി കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. സ്മാർട്ട് സിറ്റിയുടെ സമയം ദീർഘിപ്പിച്ചല്ലോ, ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യാൻ ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ട്. പന്നി ഫാമുകൾക്ക് ലൈസൻസിംഗ് നിർബന്ധമാക്കും. ഇത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തും. ഈ പന്നി ഫാമിലേക്ക് തന്നെയാണോ ഇത് പോകുന്നതെന്ന് ഉറപ്പുവരുത്താനുള്ള നടപടികളുണ്ടാവും. ഇത് വളരെ സങ്കീർണമായിട്ടുള്ളൊരു സംഗതിയാണ്. നിങ്ങൾ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാനതൊന്നും നിഷേധിക്കുന്നില്ല. അതെല്ലാം ഓരോന്നോരോന്നായിട്ട് പഴുതടച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ. ഈ ഒരു കൊല്ലം കൊണ്ടുണ്ടായൊരു മാറ്റാണ് ഈ പറഞ്ഞത്. ഇപ്പൊ സ്വകാര്യ ഏജൻസികളെ എൻഗേജ് ചെയ്യുമ്പോൾ തന്നെ സ്വകാര്യ ഏജൻസികളുടെ പ്രവർത്തനം ട്രാക്ക് ചെയ്യുന്നതിനുള്ള നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കുറച്ച് അധികമായി പോയി എന്നുള്ളത് ഒഴിവാക്കിയതാണ്. 100% വാതിൽപ്പടി ശേഖരണം ഡിസംബറിനുള്ളിൽ കൈവരിക്കണം. 100% ശേഖരണത്തിന് ആനുപാതികമായി മിനി MCF, MCF തുടങ്ങിയ സംവിധാനങ്ങൾ അതും ഡിസംബറിനുള്ളിൽ കൈവരിക്കണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ശേഖരിച്ചാലുള്ള പ്രശ്നം ഇത് സൂക്ഷിക്കാൻ സ്ഥലമുണ്ടാവില്ല. ഹരിതകർമ്മസേനയുടെ ട്രെയിനിങ്, അതുപോലെ ജനസംഖ്യാനുപാതികമായി, ചോദിച്ചാൽ മാത്രമേ കേൾക്കുന്നുള്ളൂ, വേറെ ആരും ശ്രദ്ധിക്കുന്നില്ല. ജനസംഖ്യാനുപാതികമായി ഓരോ തദ്ദേശ സ്ഥാപനത്തിലും തെരുവുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഓഡിറ്റോറിയങ്ങൾ തുടങ്ങി ആളുകൾ വന്നു ചേരുന്ന സ്ഥലങ്ങളിലും ബിന്നുകളുടെ 100% കവറേജ് എന്ന് പറഞ്ഞാൽ ജനസംഖ്യാനുപാതികമായിട്ട് ബിന്ന് വേണമെന്നാണ്. ഇപ്പോൾ 1,69,000 ഒന്നും ഉണ്ടായിരുന്നില്ല, 1,69,000 വന്നു. അതുപോരാ, പേരിന് വെച്ചാൽ പോരാ, പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ വെക്കണം എന്നാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെ ഗാർബേജ് വൾണറബിൾ പോയിന്റ്സ് പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യൽ, പൂർണ്ണമായിട്ടും. പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ക്യാമറ നിരീക്ഷണം. ഇപ്പോൾ 1000-ലധികം ക്യാമറ നിരീക്ഷണം വന്നിട്ടുണ്ട്. ഇപ്പൊ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വളരെ മാതൃകാപരമായ സ്മാർട്ടായി എന്നൊരു പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ കൺട്രോൾ റൂമിൽ എവിടെ മാലിന്യം വലിച്ചെറിഞ്ഞാലും അലാം അവിടെ വരും. അങ്ങനെ ഒരു സംവിധാനം അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ നിലയിൽ ക്യാമറ നിരീക്ഷണം പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും. ടൂറിസം കേന്ദ്രങ്ങളുടെ ശുചിത്വ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഫെബ്രുവരി 28, 2025 എന്ന ഡെഡ് ലൈൻ വെച്ചിട്ടുണ്ട്. സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവയുടെ സമ്പൂർണ്ണ ശുചിത്വം ഉറപ്പുവരുത്തും. അവർക്കെതിരെ നടപടി ഉണ്ടാവും. നേരത്തെ തന്നെ ഒരു വാർത്ത വന്നേ ഓർക്കുന്നു, സർക്കാർ സ്ഥാപനങ്ങൾക്കും പിടി വീഴും. നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാർ സ്ഥാപനങ്ങൾക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അവിടെ ഓഡിറ്റ് നടത്തും, ശുചിത്വ ഓഡിറ്റ് നടത്തും എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും. ഇതൊക്കെ നേരത്തെ തീരുമാനിച്ചതാണ്, ഇപ്പൊ തീരുമാനിച്ച കാര്യങ്ങളല്ല ഞാനീ പറയുന്നത്. റിജക്ട് മാലിന്യം സംസ്കരിക്കാനുള്ള RDF ഉറപ്പുവരുത്തൽ 2025 ഫെബ്രുവരി 28 ആകുമ്പോഴേക്കും ഒരു ജില്ലയിൽ ഒരു RDF പ്ലാന്റ് എന്ന് ഉറപ്പുവരുത്താൻ ഉള്ള നടപടികൾ സ്വീകരിക്കും. കാരണം അപ്പോഴേ ഈ റോഡ് സൈഡിലും മറ്റും വന്നുകൂടുന്ന തരംതിരിക്കാൻ പറ്റാത്ത മാലിന്യം നമുക്ക് സംസ്കരിക്കാൻ പറ്റും. പിന്നെ STP, FSTP മാർച്ച് 30 മുമ്പ്, അടുത്ത മാർച്ച് 30 മുമ്പ് ഒരു ജില്ലയിൽ ഒന്നെങ്കിലും ഉറപ്പുവരുത്തും. ഇപ്പോൾ 9 ആരംഭിച്ചു കഴിഞ്ഞു. അതാ പറയുന്നത്, ഇതൊന്നും ഒരു STP, FSTP ഇല്ലാത്തടത്ത് ഇപ്പോൾ നമുക്ക് നിരവധി എണ്ണം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മൊബൈൽ STPയുടെ ഇപ്പോൾ ഒരു പ്രശ്നം ലാൻഡാണ്. ലാൻഡ് കിട്ടലാണ് STP ഒക്കെ ആരംഭിക്കുന്നതിന്. പലയിടത്തും എതിർപ്പ് വരുന്നു. അപ്പോൾ മൊബൈൽ STP ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് വ്യാപിപ്പിക്കാൻ വ്യാപാരികളുമൊക്കെ ഇട്ട് ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ മൊബൈൽ STPകൾ ആരംഭിക്കും എന്നത്. ഇതിൽ പലപ്പോഴും STP ആവട്ടെ, FSTP ആവട്ടെ, എന്തിന് MCF പോലും വരുമ്പോൾ പ്രാദേശികമായിട്ടുള്ള എതിർപ്പുണ്ടാവുകയാണ്. അവിടെയും രാഷ്ട്രീയ ലാഭം മുൻനിർത്തിയിട്ട് ഈ എതിർപ്പിന്റെ പിന്നിൽ കൂടുകയും ആളുകളെ എതിർപ്പിന് വേണ്ടി തള്ളിവിടുകയൊക്കെ ചെയ്യുന്ന പ്രവണതയുണ്ട്. അവർ തന്നെയാണ് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ പിന്നീട്
വലിയ എന്താ പറയുക ഇതിന്റെ വക്താക്കളായിട്ട് വരികയും സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ വിമർശനങ്ങളുമായിട്ട് വരികയും ചെയ്യുന്നത്. ഈ ഇരട്ടത്താപ്പും കാപട്യവും അതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് ഫീസ് കൊടുക്കരുതെന്ന് പ്രചരിപ്പിക്കുക. നിരവധി യൂട്യൂബിൽ പോയാൽ അത്തരം വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. ഹരിതകർമ്മസേന പിടിച്ചുപറിക്കാരാണ് എന്ന് പ്രചരിപ്പിക്കുക, അവരെ അധിക്ഷേപിക്കുക. ഈ ചെയ്യുന്ന ആളുകൾ എന്നിട്ട് ഫേസ്ബുക്കിലോ സാമൂഹിക മാധ്യമങ്ങളിലോ കയറിയിട്ട് നിങ്ങൾ ദുബായിലെ റോഡുകൾ കണ്ടിട്ടുണ്ടോ, സിംഗപ്പൂരിൽ പോയിട്ടുണ്ടോ, എന്തൊരു വൃത്തിയാണ് എന്ന് ചോദിക്കുന്ന ഒരു ഹിപ്പോക്രസി ഉണ്ട്. അപ്പൊ അതിനെയെല്ലാം നേരിടണമെങ്കിൽ സർക്കാരോ തദ്ദേശ സ്ഥാപനമോ മാത്രം വിചാരിച്ചാൽ പോരാ. മാധ്യമങ്ങൾക്കൊരു വലിയ പോസിറ്റീവായിട്ടുള്ള റോള് വഹിക്കാനുള്ള ഒരു ഇടമാണിത് എന്ന് ആവർത്തിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇല്ല, ഇപ്പൊ അതിനെപ്പറ്റി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതെ അതെ, അതാണ് ഞാൻ പറഞ്ഞത്. മഴക്കാലപൂർവ്വ ശുചീകരണത്തെ പറ്റി പറഞ്ഞപ്പോ ഒരു വരി വാർത്ത വന്നില്ല അന്ന്. അതിന് മറ്റേ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണം, ജനപ്രതിനിധികളുടെ സഹകരണമൊക്കെ ഇന്ന ദിവസങ്ങളിൽ നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. ഞാൻ അധികം രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് പോവാതിരുന്നതാണ്. രാഷ്ട്രീയവൽക്കരിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. സർക്കാർ ഇതിനെ ഒരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമാക്കിയിട്ട് തരം താഴ്ത്താനല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കൈവരിക്കേണ്ട ഒരു ലക്ഷ്യമെന്ന നിലയിലാണ് സർക്കാർ കാണുന്നത്. ആ ശ്രമങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടത്തിയിട്ടുണ്ട്. നടത്തിയ ശ്രമങ്ങളിൽ നല്ല മാറ്റമുണ്ടായിട്ടുണ്ട്. എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ മാറ്റവും നേട്ടവും നമുക്ക് കൈവരിക്കാൻ കഴിയുമായിരുന്നു. ഇനി അടുത്ത ഒരു 6 മാസത്തിനുള്ളിൽ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവും. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മുഖം നോക്കാത്ത നടപടി ഉണ്ടാവും. അപ്പൊ അതിന് ഒരു തരത്തിലും ആ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സമീപനം, ഈ എതിർക്കുന്നവരെ പിന്തുണയ്ക്കുന്ന സമീപനം ഉണ്ടാവരുതെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ബാക്കി രാഷ്ട്രീയ തർക്കങ്ങൾക്കൊക്കെ മറ്റവസരങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങൾ, റെയിൽവേയുടെ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നത് ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ച് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ശ്രമം ഉണ്ടായപ്പോഴാണ്. അന്യായമായിട്ടുള്ള നിലയിൽ സർക്കാരിനെ ആക്രമിക്കാൻ വന്നാൽ അത് വ്യക്തമാക്കേണ്ടി വരും വസ്തുതകൾ. അത് ഏറ്റവും മിതമായ ഭാഷയിൽ വ്യക്തമാക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. റെയിൽവേയോടും എടുക്കുന്ന സമീപനം അവരുടെ സഹകരണം തേടുക എന്നുള്ളത് തന്നെയാണ്. അതുണ്ടായിട്ടില്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന കടുത്ത നടപടികളിലേക്ക് പോകും. ആവശ്യമായിട്ട് വന്നാൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഇൻവോക്ക് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും.